കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ ഉഷാപൂജ നടത്തിയത്. ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ വാർത്ത. സഹോദര തുല്യമായ ഇവരുടെ ബന്ധത്തെ ഏവരും പ്രശംസിച്ചു. മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കവെയാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്ന് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇതേക്കുറിച്ച് മമ്മൂട്ടിയോ മോഹൻലാലോ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ വഴിപാടിനെ കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ. വഴിപാട് നടത്തിയ വിവരം പുറത്തു വന്നത് അവിചാരിതമായാണെന്ന് മോഹൻലാൽ പറയുന്നു. ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പൂജ നടത്തി. ദേവസ്വം ബോർഡിലെ ആരോ രസീത് ലീക്ക് ചെയ്യുന്നതാണ്. അതേക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? അതെല്ലാം വളരെ വ്യക്തിപരമാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും സംസാരിക്കും. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കണം. തന്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടി എന്ന് മോഹൻലാൽ പറയുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു. അദ്ദേഹത്തിന് കുഴപ്പമില്ല, എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ബാധിച്ചെന്നായിരുന്നു നേരത്തെ പ്രചരിച്ച വാർത്ത. എന്നാൽ നടന്റെ ടീം ഇത് നിഷേധിച്ചു. ആരോഗ്യത്തിന് കുഴപ്പമില്ലെന്നായിരുന്നു ഇവർ പറഞ്ഞത്. റമദാൻ മാസമായതിനാൽ ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ബ്രേക്ക് കഴിഞ്ഞ് മഹേഷ് നാരായണന്റെ സിനിമയുടെ സെറ്റിലേക്ക് മടങ്ങുമെന്നാണ് പുറത്തു വന്ന പ്രതികരണം. അഭ്യൂഹങ്ങളെക്കുറിച്ച് മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 73കാരനാണ് നടൻ. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന താരം. സിനിമകളുടെ തിരക്കിലാണ് മമ്മൂട്ടി. ബസൂക്കയാണ് റിലീസ് ചെയ്യാനുള്ള അടുത്ത സിനിമ. മോഹൻലാൽ എമ്പുരാന്റെ പ്രൊമോഷൻ തിരക്കിലാണ്. മാർച്ച് 27-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ.